സ്വന്തം മകന്റെ കുഞ്ഞിനെ കൊന്നത് രുക്മിണി തന്നെയാ. അവരെയും ഇതിനൊക്കെ കൂട്ടുനിന്ന് തന്നെയും പിടിച്ചകത്തിടാനേ ഞാൻ ഓർഡർ ഇടട്ടെ? വർമ്മ സാറിനോടും ഇവരോടുമുള്ള ശത്രുത കൊണ്ട് താൻ കെട്ടിച്ചമച്ച നുണക്കഥയാണിതെന്ന് ഞാൻ മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി. അവരെങ്ങി വിളിക്കേ. രാജുവും പ്രതികയും ഇരിക്കെ. ആ ഫയലിംഗ് തരൂ. വീടും പറമ്പും ഭാസ്കരൻ ഇവർക്കെഴുതി കൊടുത്തതിന്റെ തീരാധാരം. വസ്തു രജിസ്ട്രേഷനില് ഒരു കൃത്രിമത്വവും നടന്നിട്ടില്ല എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സബ് രജിസ്ട്രാറുടെ സാക്ഷ്യപത്രം. ഭാസ്കരൻ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള ആളാണെന്നും 3 കൊലക്കേസിൽ പ്രതിയാണെന്നും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട്. രുക്മിണി ബ്ലേഡ് കമ്പനിക്കാരിയാണെന്നും പല കേസുകളിലും നോട്ടപ്പുള്ളിയാണെന്നും പ്രതിയാണെന്നും കാണിച്ചിട്ടുള്ള പോലീസ് റിപ്പോർട്ട്. അല്ല മാഡം, ഇതൊക്കെ ഈ കേസുമായിട്ട് എന്താ ബന്ധം? ഈ കേസുമായിട്ട് ബന്ധമുള്ളത് തന്നെയാ. ഇത് 15 ലക്ഷം രൂപ രുക്മിണി CI ലക്ഷ്മണന്റെ മുന്നിൽ വെച്ച് ഒരു കോമ്പൻസേഷൻ എന്ന രീതിയിൽ വാങ്ങിയതിന്റെ തെളിവ്. സ്വന്തം മരുമകളുടെ വയറ്റിലുണ്ടായിരുന്ന ഗർഭസ്ഥ ശിശു അബോർഷനായതിന്റെ കോമ്പൻസേഷൻ വാങ്ങിച്ചതിനുള്ള തെളിവ്. മനസ്സിലായോടോ തനിക്ക്? സ്വന്തം മകന്റെ കുഞ്ഞിനെ കൊന്നത് രുക്മിണി തന്നെയാ. അവരെയും ഇതിനൊക്കെ കൂട്ടുനിന്ന് തന്നെയും പിടിച്ചകത്തിടാനേ ഞാൻ ഓർഡർ ഇടട്ടെ? വർമ്മ സാറിനോടും ഇവരോടുമുള്ള ശത്രുത കൊണ്ട് താൻ കെട്ടിച്ചമച്ച നുണക്കഥയാണിതെന്ന് ഞാൻ മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി. ഇയാളൊരു പക്ക ക്രിമിനലാ മാം. ഇയാള് ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് തെളിവ് സഹിതം ഞാൻ മാഡത്തിന് തന്നിട്ടുണ്ട്. മാഡം, ഇയാള് വിദേശ രാജ്യത്ത് നിന്ന് കുറ്റിയും പറിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു തന്നെ വർമ്മ സാറിനോടുള്ള പ്രതികാരം തീർക്കാനാ. സ്റ്റോപ്പ് ഇറ്റ്. തന്റെ ഷൗട്ടിംഗ് ഒക്കെ അങ്ങ് പാർട്ടി ഓഫീസിൽ. ഇത് കളക്ടർ ഓഫീസാ, ഇവിടെ വേണ്ട. ഈ രാജുവും ഋതികയും എനിക്കാരാണെന്ന് തനിക്കറിയോ? ഇവരെനിക്ക് എന്റെ കൂടപ്പിറപ്പുകളെ പോലെ പ്രിയപ്പെട്ടവരാണ്. താനെ ക്രിമിനൽ ആണെന്ന് കാണിച്ച് പരാതി തന്ന ആ രാധമ്മ എനിക്ക് എന്റെ അമ്മയെ പോലെയാ. അതറിയോ തനിക്ക്? ആ കഥയൊക്കെ തന്റെ മുമ്പിൽ വിളമ്പേണ്ട ആവശ്യം എനിക്കില്ല. തന്റെ ഭരണവും ഗുണ്ടായിസും ഒക്കെ ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. മനസ്സിലായോടോ? വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഇറങ്ങിയിരിക്കുന്നു അയാള്. ആനയുടെ നേരെയാ ഒരണ്ണാന്റെ വെല്ലുവിളി. വർമ്മ സാറിനോട് വെല്ലുവിളിച്ച് നടന്നാലേ താൻ തോറ്റു തുന്നം പാടും. സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരില് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്. ഞാനത് ചെയ്യാത്തതേ ദേ ഇവർക്ക് വേണ്ടിയാ. ഇവരെ കാരുണ്യത്തോടെ തനിക്ക് എറിഞ്ഞു തരുന്ന ഒരു ഔദാര്യമായിട്ട് അതിനെ കണ്ടാ മതി. കേട്ടോടോ? വർമ്മ സാറിനെ തോൽപ്പിച്ച് ഒരു മൂലക്കിരുത്തി കേരളത്തെ മൊത്തമായും ചില്ലറയായും വിഴുങ്ങാനിറങ്ങിയ തന്നെ ദേ ഇവള് നേരിടും. ആണധികാരത്തിന്റെ ആൾരൂപമായ ഒരു മാടമ്പിയാണ് താനെന്ന് എനിക്കറിയാം. ഈ കീഴടങ്ങൾ തനിക്ക് ആത്മഹത്യാപരവും. വല്ലാതങ്ങ് നാണം തോന്നി ആത്മഹത്യയൊന്നും ചെയ്തേക്കരുത്. ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ
കാലം കരുതി വെച്ച ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങിയിട്ടേ താൻ പോകാവൂ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഓഫീസ്. കരപ്രമാണി, ഒന്ന് നിന്നെ. കരപ്രമാണിയോ? ഇയാള് കരപ്രമാണിയൊന്നുമല്ല, വെറും പ്രാണിയാ. എടാ മതിയടാ. ചിതലിന് ചിറക് മുളച്ച അത് ഈയാൻ പാറ്റയാവും. ഈയാൻ പാറ്റ വെട്ടത്ത് വന്ന് വീണ് കരിഞ്ഞു തീരുകയും ചെയ്യും. ഇയാള് ഈയലായിട്ട് കരിഞ്ഞു ചാവാൻ പോവാണോ? എന്ത് ചെയ്യാനാ ഋതു? ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും കൂടി കളക്ടറുടെ അടുത്ത് പോയി. അത് അങ്ങനെ അല്ലല്ലോ കഥ. ആ, മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പോയെന്നല്ലേ? അത് മണ്ണാങ്കട്ടയും കരിയിലേയും. ഇതേ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും. ആളുകളെ കാണുമ്പോ ചുരുണ്ടുകൂടി ഓടുന്ന ഈനാമ്പേച്ചി ആ രുക്മിണി. രാത്രി മുഴുവൻ കക്കാനിറങ്ങുന്ന മരപ്പട്ടി ഇയാള്. ഒരു കൊടുങ്കാറ്റിന് നേരെയാ നീയൊക്കെ വെല്ലുവിളിക്കുന്നേ. ആ നരുന്ന് കളക്ടറെ നീയൊക്കെ കയ്യിലെടുത്തിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും തോക്കുന്നവനല്ല ഈ അനന്തംപിള്ള. ഇത്ര വലിയ ആളായിരുന്നെങ്കിലേ ആ കളക്ടറുടെ മുൻപില് പൂച്ചെപ്പോലെ നിന്നതെന്തിനാ? അവളെ ഞാൻ ഇവിടുന്ന് പാറപ്പിക്കും. ശൂ, താൻ തന്റെ കുറെ ഏറാമുള്ളികളെയും കൂട്ടി ആ കടപ്പുറത്ത് പോയി നിന്നേ പട്ടം പറപ്പിച്ച് കളിക്ക് കേട്ടോ. അല്ലാതെ കളക്ടറെ പറത്താനൊന്നും നോക്കണ്ട. ഈ അനന്തംപിള്ള തോറ്റു പോവുകയാണെന്ന് നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചോ? താൻ 1000 വട്ടം തോറ്റാലും യാതൊരു നാണോ മാനോ ഇല്ലാത്തവനാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരു പടക്കം ചീറ്റിപ്പോയാ പോയിരുന്ന അടുത്ത പടക്കം കെട്ടുവെന്നും ഞങ്ങൾക്കറിയാം. താനിനെ ഡൈനാമൈറ്റ് ഉണ്ടാക്കി ഞങ്ങൾക്കിട്ട് പൊട്ടിക്കാൻ നോക്കിയാലും ഞങ്ങൾക്കേ ഒന്നും പറ്റത്തില്ലടോ. ഞങ്ങളെ കുലം വേറെയാ. നിന്റെ കുലഗുരുവിനെ ഇല്ലാതാക്കിയിട്ടേ ഈ അനന്തംപിള്ള വിശ്രമിക്കും. അയ്യോ, താൻ വല്ലാതെ കുഴയുമല്ലോ. എടോ, ആകാശത്ത് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുമ്പോ ചില നായ്ക്കള് കുരയ്ക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ വർമ്മ സാറിനെ നോക്കി താൻ അധികം കുരയ്ക്കണ്ട. ഇയാള് കൊറേ കൊരയ്ക്കോ കുറുക്കം കൂന്നതുപോലെ കൂവ ചെയ്യട്ടെ രാജു. നമുക്കിതൊക്കെ ഒരു രസമല്ലേ? അല്ല, ഞാൻ മറ്റൊന്ന് ആലോചിക്കായിരുന്നു. ഇയാള് പെട്ടെന്നെന്താ അംബികയും ദീപക്കിനെ വിട്ടിട്ട് ഈ രുക്മിണിയുടെ പരിസരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നത്? ഇനി അത് അളിയന്റെ പെങ്ങളാണോ?